നമസ്കാരം. ഗുണ്ടകളെയും ക്രിമിനലുകളെയും ഉപയോഗിച്ച് കള്ളവോട്ട് ചെയ്ത് CPM സഹകരണ ബാങ്കുകൾ പിടിച്ചെടുക്കുന്നുവെന്ന് ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പോലീസിനെ കൂട്ടുപിടിച്ച് CPM ചെയ്യുന്നത് തോന്നിയവാസമാണ്. സഹകരണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാരിന് നൽകിയ പിന്തുണ UDF പിൻവലിക്കുന്നുവെന്നും സതീശൻ പറഞ്ഞു. കള്ളവോട്ട് ചെയ്ത് പിടിച്ചെടുത്ത ബാങ്കുകൾ സുഖമായി ഭരിക്കാമെന്ന് ആരും കരുതേണ്ട എന്നും പ്രതിപക്ഷ നേതാവ് പന്തളത്ത് കൂട്ടിച്ചേർത്തു. പത്തനംതിട്ട തുമ്പമൺ സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പിൽ CPM വ്യാപകമായി കള്ളവോട്ട് ചെയ്തു. കള്ളവോട്ട് തടയാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കുകയാണ് പോലീസ് ചെയ്തത്. നാണംകെട്ട പരിപാടിയാണ് പോലീസിൻ്റേത്. ഹൈക്കോടതി ഉത്തരവ് കാറ്റിൽ പറത്തി കോടതിയലക്ഷ്യമാണ് പത്തനംതിട്ടയിലെ പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്തത്. കള്ളവോട്ട് ചെയ്യാൻ വന്നവരെ സംരക്ഷിച്ച പോലീസ് സ്ഥാനാർത്ഥികൾ അടക്കമുള്ള UDF പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. പത്തനംതിട്ട ജില്ലയിൽ പോലീസിനെയും ക്രിമിനലുകളെയും ഉപയോഗിച്ച് 21 ബാങ്കുകളാണ് CPM പിടിച്ചെടുത്തത്. CPM ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു ക്രിമിനൽ സംഘം കള്ളവോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നു. കള്ളവോട്ട് ചെയ്യാൻ വന്നവർക്ക് പോലീസ് ഉദ്യോഗസ്ഥർ നിർദ്ദേശം കൊടുക്കുന്ന വീഡിയോ ഞങ്ങളുടെ പക്കലുണ്ട്. ആരോഗ്യമന്ത്രിയും CPM ജില്ലാ സെക്രട്ടറിയും ചേർന്ന് ക്രിമിനലുകളെ മാലയിട്ട് സ്വീകരിച്ചത് പത്തനംതിട്ടയിലാണ്. CPM നേതാക്കളുടെ വീട്ടുപണിയാണ് പോലീസ് ചെയ്യുന്നത്. ഇത്തരം പോലീസുകാർ ചെവിയിൽ നുള്ളിക്കോ ഒരാളെയും വെറുതെ വിടില്ല. സഹകരണ മേഖല പ്രതിസന്ധിയിലാണ്. സഹകരണ ബാങ്കുകൾ തകരാതിരിക്കാൻ പ്രതിപക്ഷം ഇതുവരെ സർക്കാരിൻ്റെ കൂടെ നിന്നു. ഇത്തരം തോന്നിയാസം കാണിച്ചിട്ടാണ് ഒരുമിച്ച് നിൽക്കണമെന്ന് സർക്കാർ പ്രതിപക്ഷത്തോട് പറയുന്നത്. ഇനി ഒരുമിച്ച് നിൽക്കുകയില്ല. സഹകരണ മേഖലയിലെ പ്രശ്നങ്ങൾ നേരിടാൻ സർക്കാരിന് നൽകിയ പിന്തുണ പ്രതിപക്ഷം പിൻവലിക്കുന്നു. ഗുണ്ടകളെ ഉപയോഗിച്ച് പിടിച്ചെടുത്ത ബാങ്കുകൾ ഭരിക്കാമെന്ന ഒരാളും ധരിക്കേണ്ട. ഇവിടങ്ങളിൽ എന്തു സമീപനം സ്വീകരിക്കണമെന്ന് UDF ആലോചിക്കുമെന്നും സതീശൻ വ്യക്തമാക്കി.